ഹായ് ഗായ്സ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നതെന്ന് വിശ്വസിക്കുന്നു. അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ വന്നിട്ട് ഞാൻ ഒരു സ്ക്രിപ്റ്റിങ്ങോ അല്ലെങ്കിൽ പോയിന്റ് നോട്ട് ചെയ്ത് വെച്ചിട്ടോ ഞാൻ നോർമലി വീഡിയോ ചെയ്യുമ്പോഴത്തേനും പോയിന്റ് അറ്റ്ലീസ്റ്റ് നോട്ട് ഡൗൺ ചെയ്യും. ഇപ്പോൾ സ്ക്രിപ്റ്റ് ചെയ്യേണ്ട വീഡിയോസ് ആണെങ്കിൽ ഓൾറെഡി സ്ക്രിപ്റ്റ് ചെയ്ത് സെറ്റ് ചെയ്തിട്ടുണ്ടാവും, എന്നിട്ടായിരിക്കും ഞാൻ വീഡിയോ ചെയ്യുന്നുണ്ടാവുക. സോ ഇന്നത്തെ വീഡിയോ അങ്ങനെ ഒരു കാര്യങ്ങളും അല്ല. ഇന്ന് എനിക്ക് എന്താണോ മനസ്സിൽ നിന്ന് തോന്നുന്ന ആ കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. ഇതെൻ്റെ ഒരു എക്സ്പീരിയൻസും കൂടെയാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലിട്ട് കിടക്കാം. അപ്പം ഇന്നത്തെ വീഡിയോ വന്നിട്ട് നമ്മുടെ ഹോസ്റ്റലേഴ്സിനെ കുറിച്ചിട്ടാണ്. മേ ബി ഈ ഒരു വീഡിയോ കുറേ പേർക്ക് റിലേറ്റബിൾ ആയിരിക്കും. അങ്ങനെയൊക്കെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കോമൻറ്റിൽ മെൻഷൻ ചെയ്യുക കേട്ടോ, എന്താണ് നിങ്ങളുടെ എന്നുള്ളത്. അപ്പം എന്നെ സംബന്ധിച്ച് ഞാൻ ഒറ്റ മോളാണ്. സോ ഞാൻ എൻ്റെ അച്ഛൻ്റെ അമ്മയുടെ അടുത്ത് നിന്നല്ലാണ്ട് ഞാൻ ഇന്ന് വരേക്കും എന്ന് പറയാൻ പറ്റത്തില്ല, ഞാനൊരു 2020 വരെ ഫുൾ വീട്ടിൽ തന്നെ ആയിരുന്നു. എവിടെ പോയാലും വൈകിട്ട് വരെ ആ ഒരു സിറ്റുവേഷനൊക്കെ ആയിരുന്നു. അപ്പം ഞാൻ ഒരിക്കലും ലൈഫിൽ പോലും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല എനിക്കൊരു ഹോസ്റ്റൽ ലൈഫൊക്കെ ഉണ്ടാവും എന്നുള്ളത്. കാര്യം പഠിച്ചതും +1 +2 അതേപോലെ കോളേജും എല്ലാം എനിക്ക് അടുത്തായിരുന്നു. അടുത്തെന്ന് വെച്ചാൽ പോയി വരാൻ പറ്റുന്ന ഒരു ഡിസ്റ്റൻസേ ഉണ്ടായിരുന്നുള്ളൂ. സോ അതിനുശേഷം എൻ്റെ ഡിഗ്രിക്ക് ശേഷം ഞാൻ ഇടയ്ക്കൊരു ബാങ്ക് കോച്ചിങ്ങിന് പോയിട്ടുണ്ടായിരുന്നു കൊല്ലത്ത്. ആൻഡ് അതായിരുന്നു എൻ്റെ ഫസ്റ്റ് ഹോസ്റ്റൽ ലൈഫ് എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്. അപ്പം റാൻഡമായിട്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു ബാങ്ക് കോച്ചിങ് സെൻറ്റർ ചൂസ് ചെയ്യുന്നത്. നല്ല ഇതാന്ന് കേൾക്കുന്നു. അങ്ങനെ ഞങ്ങൾ കൊല്ലത്ത് പോകുന്നു. കൊല്ലത്ത് നിന്ന് അച്ഛനും അമ്മയും ചേട്ടനും ഉണ്ടായിരുന്നു. ഞങ്ങൾ 3 പേരൂടെ ആയിരുന്നു പോയെ. അപ്പോൾ അവിടെ ചെന്നിട്ട് നമ്മൾ ആദ്യമായിട്ട് ഒരു റൂം നോക്കി ഫസ്റ്റ് വീടാണ് കേട്ടോ. ഫസ്റ്റ് ഹോസ്റ്റൽ നമ്മളെല്ലാം അഡ്മിഷനും കാര്യങ്ങളും എല്ലാം എടുത്ത് അവിടെ നിന്ന് ഇറങ്ങി നമ്മൾ ഫസ്റ്റ് ഒരു ഹോസ്റ്റൽ നോക്കാണ്. ഹോസ്റ്റലിൽ ചെന്നപ്പോഴത്തേനും സെക്കൻഡ് ഫ്ലോറിൽ ഒരു റൂമിൽ ചെന്നപ്പോഴത്തേനും ഒരു കുട്ടി, 2 കുട്ടികളുണ്ടായിരുന്നു. ആ കുട്ടിയിൽ ഒരു കുട്ടീനെ അമ്മ ആദ്യം തൊട്ട് നോട്ടീസ് ചെയ്യുന്നുണ്ടായിരുന്നു. അഡ്മിഷൻ സമയത്ത് പറഞ്ഞിട്ട് ആ കൊച്ചു കൊള്ളാമോ, അതിൻ്റെ കൂടെ നിന്നാൽ മതി, ഇങ്ങനെയൊക്കെ വെറുതെ പറയുന്നുണ്ടായിരുന്നു. നമ്മളവിടെ ചെന്ന് അഡ്മിഷൻ കഴിഞ്ഞ് ഹോസ്റ്റൽ റൂം നോക്കാൻ പോയപ്പം ഇതേ കുട്ടി റൂമിൽ നിൽക്കുന്നു. ആ കുട്ടിയായിട്ട് എനിക്ക് യാതൊരുവിധ മുൻപരിചയം ഒന്നും ഉണ്ടായിരുന്നില്ല. ആ ആൾ എൻ്റെ കയ്യിൽ പിടിച്ചിട്ട് പറഞ്ഞു, നീ ഈ മുറി നിന്നാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ ഐ വാസ് ലൈക്ക്, ആരാ ആ സാധനം ഇല്ലേ, അതൊക്കെയായിരുന്നു എൻ്റെ മൈൻഡിൽ ആദ്യം വന്നിരുന്നത്. ഇനി എൻ്റെ വീട്ടുകാർക്ക് ആ കൊച്ചിനെ ഇഷ്ടപ്പെട്ടതുകൊണ്ടും ആദ്യ കാഴ്ച തന്നെ എനിക്ക് ഓക്കെ ആയതുകൊണ്ടും ഞാൻ പറഞ്ഞു ഓക്കെ, ഇനി വേറെ നോക്കണ്ട, ഇത് തന്നെ മതി എന്ന് പറഞ്ഞു. അങ്ങനെ എൻ്റെ ഫസ്റ്റ് ഹോസ്റ്റൽ ജീവിതം ആരംഭിക്കുകയാണ്. ഞാൻ, സ്വാതി, ശ്രീ, ഞങ്ങൾ 3 പേരുമായിരുന്നു ഒരു റൂമിൽ. ഞങ്ങളുടെ ആ ഒരു വീട്ടിൽ ഫുൾ ഹോസ്റ്റൽ ഓരോ റൂംസിലും ഓരോരുത്തർ അങ്ങനെയുള്ള രീതിക്കായിരുന്നു. അപ്പോൾ ഒരു റൂമിൽ 3 പേര് വെച്ച് അങ്ങനെ ആ ഹോസ്റ്റലിൽ മൊത്തം എനിക്കൊന്ന് 23 പേരോളം ഉണ്ടായിരുന്നു മൊത്തം. സോ അവിടെ തുടങ്ങുകയാണ് എൻ്റെ ഹോസ്റ്റൽ ലൈഫ്. ഞാൻ ഒരിക്കലും എനിക്ക് വീട്ടിൽ നിന്ന് മാറി നിൽക്കുന്ന ഒരു ഇത് പറ്റുന്നുണ്ടായിരുന്നില്ല. ഞാൻ അങ്ങനെ മാറി നിന്നിട്ടില്ലാത്തതുകൊണ്ട് തന്നെ എനിക്കതൊട്ടും കംഫർട്ടല്ലായിരുന്നു. അവിടെ ചെന്ന് എങ്ങനെയാണ് ഞാൻ അവരൊക്കെ ആയിട്ട് സിങ്കായെന്ന് എനിക്ക് ഇപ്പോഴും അറിയത്തില്ല. ആൻഡ് എൻ്റെ ലൈഫിൽ ഏറ്റവും ബെസ്റ്റ് ഹോസ്റ്റൽ ലൈഫ് എന്ന് പറയുന്നത് അവിടുത്തെയാണ്. സ്വയമേ കാര്യങ്ങൾ ചെയ്യാനും സ്വയം കാര്യങ്ങളൊക്കെ നോക്കാനും അതേപോലെ ഫ്രണ്ട്സായിട്ട് എനിക്ക് കുറേ പേരെ അവിടുന്ന് കിട്ടി. ദേവു, സ്വാതി, ഇവരൊക്കെ എനിക്ക് ലൈഫ് ലോങ് എൻ്റെ കൂടെ വേണമെന്ന് ഞാൻ ഇപ്പോഴും ആഗ്രഹിക്കുന്ന കുറച്ച് പേരാണ്. ഇവരെ മാത്രമല്ല, ദെൻ അവിടുന്ന് എനിക്ക് നല്ല കുറേ ഫ്രണ്ട്സിനെ കിട്ടി. ചന്തു, അനു, അങ്ങനെ കുറേ പേര്. ഈ വീഡിയോ ഇപ്പോൾ ഞാൻ ഇങ്ങനെ ചെയ്യാൻ ഉദ്ദേശിച്ചതിന് കാരണം നമ്മുടെ ലൈഫിൽ കുറേ പേര് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് കടന്നു വരും. ഈ കടന്നു വരുന്ന പലരും പല ഓർമ്മകളും പല പല കാര്യങ്ങളും നമുക്ക് തന്നിട്ട് പോകും. ചിലർ നമ്മുടെ കൂടെ ലൈഫ് ലോങ് കാണും, ചിലർ നമ്മുടെ കൂടെ പാതി വഴി വന്നിട്ട് തിരിച്ചു പോകാറുണ്ട്. അപ്പം അങ്ങനെയുള്ള ഒരു മിക്സ് ഓഫ് ഇമോഷൻ എന്നൊക്കെ പറയത്തില്ലേ, ആ ഒരു രീതിയിലാണ് എനിക്ക് എൻ്റെ ഹോസ്റ്റൽ ലൈഫ് ഉണ്ടായിരുന്നത്. എനിക്ക് ഈ പറഞ്ഞ കൊല്ലത്ത് ഉണ്ടായിരുന്ന സമയത്ത് എനിക്ക് മാറി നിന്ന് കഴിഞ്ഞാൽ എന്നെ ആര് നോക്കും, അങ്ങനെയൊക്കെയുള്ള ഒരു കുറേ പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഇപ്പോൾ പനിയൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് നോർമലി എല്ലാവർക്കും അമ്മ വേണം, അച്ഛൻ വേണം, അങ്ങനെയൊക്കെയുള്ള ഇതുണ്ടല്ലോ അല്ലെ, സിബ്ലിങ്സ് ഉണ്ടെങ്കിൽ അവരെ ഒന്ന് കാണണം, അങ്ങനെയൊക്കെയാണ്. പക്ഷെ ഞാൻ പറയട്ടെ, എനിക്ക് വീട്ടിലേക്ക് ഓഫ്കോഴ്സ് വീട്ടുകാരെ മിസ് ചെയ്തിട്ടുണ്ട്. എന്നിരുന്നാൽ പോലും എനിക്ക് അതിൻ്റെ ഒരു കുറവ്, എനിക്ക് വയ്യാതെ വന്ന സമയത്ത് പോലും എൻ്റെ സ്വാതി എന്നെ അതുപോലെ ടേക്ക് കെയർ ചെയ്തിട്ടുണ്ട്. ഇപ്പം ഒരു റൂം അല്ലെങ്കിൽ പോലും നമ്മുടെ റൂമിൽ ഇരുന്നില്ലേ പോലും നമ്മൾ വേറൊരു മുറിയിൽ പോയി എല്ലാവരും കൂടെ ഒരുമിച്ച് പോയിരിക്കുന്നു, നമുക്ക് സിനിമ കാണുന്നു എല്ലാവരും കൂടെ ഒരുമിച്ച് പോയിട്ട്. അതേപോലെ സ്നാക്സ്, പ്രത്യേകിച്ച് എൻ്റെ റൂമിലുള്ളവർ 2 പേരും മലപ്പുറത്തുള്ളവരായിരുന്നു. നമ്മൾ വീട്ടിൽ പോയിട്ട് വരുമ്പോഴത്തേനും കുറേ ഫുഡ് പലതരത്തിലുള്ള പല നാട്ടിൽ നിന്നുള്ള ആൾക്കാരാണ്.
എല്ലാവരും പല നാട്ടുകാരാണ്, പല സ്ലാങ് ആണ്. അപ്പോൾ നമുക്ക് ഫുള്ളി നല്ല രസമാണ് എല്ലാവരുമായിട്ട് ഇടപെട്ട് മിണ്ടി. ഈ പലതരത്തിലുള്ള ഫുഡ് അവരുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന ഫുഡുകൾ നമ്മൾ ഒരു ഇതിൽ നിന്നൊക്കെ ഫുഡ് കഴിച്ചിട്ടുണ്ട്. അത് നല്ല അടിപൊളി സമയങ്ങളായിരുന്നു അതൊക്കെ എന്ന് പറഞ്ഞാൽ. ഇനി ഇങ്ങനെയുള്ളൊരു സമയം തിരിച്ചു കിട്ടുമോ എന്ന് ചോദിച്ചാൽ അറിയത്തില്ല. സോ ഞാൻ അത് കഴിഞ്ഞിട്ട് ഫുള്ള് എനിക്ക് ഹോസ്റ്റൽ ലൈഫ് ആയിരുന്നു. എന്നിരുന്നാൽ പോലും എൻ്റെ ഏറ്റവും ബെസ്റ്റ് ഹോസ്റ്റൽ ലൈഫ് എന്ന് പറയുന്നത് എനിക്ക് കൊല്ലത്തുണ്ടായിരുന്ന സമയത്തായിരുന്നു. അവരെക്കുറിച്ച് പറയാൻ തുടങ്ങിയാൽ ആക്ച്വലി ഇത് ഈ ഒരു വീഡിയോയുടെ ലെങ്ത്തിൽ തീരൂല. ഇപ്പം എല്ലാവരും നല്ല രീതിയിൽ പലയിടത്ത് പല ജോലിയൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. ഇടയ്ക്കൊക്കെ കാണാറുണ്ട്. ഇപ്പം നമുക്കിപ്പം എല്ലാവരും തിരക്കും കാര്യങ്ങളും ഒക്കെ ആയി. പക്ഷെ ആ ഒരു സമയം എന്ന് പറഞ്ഞാൽ ഒരിക്കലും തിരിച്ചു കിട്ടാത്ത കുറേ നല്ല നിമിഷങ്ങളാണ് അതിലുള്ളത്. നമ്മൾ ഡാൻസ് ആയിട്ടും പാട്ടായിട്ടും അതേപോലെ എന്താ പറയുക ചെറിയ ചെറിയ ഗോസിപ്പുകളായിട്ടും നമുക്ക് ഫ്രൈഡേയ്സ് നമ്മൾ ഒരുമിച്ചിരുന്ന് എല്ലാവരോടും ഇരുന്ന് സിനിമ കാണും. കാര്യം നമുക്ക് ഫുൾ ഡേ ക്ലാസ് ഉണ്ടാവും. ക്ലാസ് കഴിഞ്ഞിട്ട് എല്ലാവരോടും ഒരുമിച്ച് വരാം. അതുപോലെ ക്ലാസ്സിനിടയ്ക്ക് ബ്രേക്ക് കിട്ടും. നമ്മുടെ ഈ സെൻറ്ററുമായിട്ട് അടുത്തായിരുന്നു നമ്മുടെ ഹോസ്റ്റൽ. അതുകൊണ്ട് തന്നെ നമുക്ക് ബ്രേക്ക് കിട്ടുമ്പോൾ നമ്മൾ തിരിച്ച് റൂമിൽ വന്നിട്ട് നമ്മൾ ഉപ്പേരി കഴിക്കുക. അങ്ങനത്തെ കുറേ മെമ്മറീസ് ഉണ്ട് അവിടുത്തെ പറയുകയാണെങ്കിൽ. ദെൻ ആ ഒരു സ്റ്റേജ് കഴിഞ്ഞ് ഞാൻ PGക്ക് ജോയിൻ ചെയ്തപ്പോഴാണ് എൻ്റെ അടുത്ത ഒരു ഹോസ്റ്റൽ ലൈഫ് എന്ന് പറയുന്നത് വന്നത്. അപ്പോൾ ആ ഒരു ഹോസ്റ്റൽ ലൈഫിൽ ഞാൻ ഇതൊക്കെ തന്നെയായിരുന്നു എക്സ്പെക്ട് ചെയ്ത് പോയത്. പക്ഷെ ഞാൻ ഫസ്റ്റ് ചെന്ന റൂമിൽ എനിക്ക് കുറേ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ വരികയും അത് എന്നെ സാരമായിട്ട് ബാധിച്ചു. ഞാൻ ഫുൾ എൻ്റെ എക്സ്പെക്ടേഷൻ ഈ ഒരു വൈബും ഈ ഒരു കാര്യമായിരിക്കും എല്ലാ ഹോസ്റ്റലും എന്നാണ് വിചാരിച്ചത്. പക്ഷെ ഞാൻ അടുത്ത സ്ഥലത്ത് ചെന്നപ്പോഴത്തേനും എനിക്ക് ടോട്ടലി എന്നെ ഡൗൺ ആക്കുന്ന ഒരു രീതിയിലായിരുന്നു അത്. കുറേ കാര്യങ്ങൾ ഒറ്റയ്ക്ക് അങ്ങനെയൊക്കെ ആയി. അപ്പം ഞാൻ ആകെ ഒരു മാതിരിയായിരുന്നു. അത് ഞാൻ ആ PGക്ക് പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ തന്നെ ഞാൻ ജസ്റ്റ് റൂം ഒന്ന് ഷിഫ്റ്റ് ചെയ്തു. ആൻഡ് ദാറ്റ് വാസ് ദ ബെസ്റ്റ് ഡിസിഷൻ. എനിക്ക് പിന്നെ കിട്ടിയ എൻ്റെ റൂംമേറ്റ് ആര്യ, ആളും ഇപ്പം ജോലി കാര്യങ്ങളൊക്കെ ആയിട്ട് ഓരോ വഴിക്കാണ്. എന്നിരുന്നാൽ പോലും എനിക്കും ആര്യക്കും ബാക്കി എല്ലാ റൂമിലും 3 പേരും ഒക്കെ ഉണ്ടായിരുന്നു. ഞങ്ങളുടെ റൂമിൽ മാത്രം 2 പേരേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ലാവിഷായിരുന്നു. ഞങ്ങൾ അന്ന് യൂട്യൂബിൻ്റെ ഇത് വ്ളോഗ് കാര്യങ്ങളൊന്നും ചെയ്യാത്ത കാലത്ത് പോലും ഞങ്ങൾ വെറുതെ ചെറിയ ചെറിയ ക്ലിപ്പുകൾ എന്താ പറയുക ഇതേപോലെ വെക്കുന്നുണ്ടായിരുന്നു. വ്ളോഗ് എന്ന് പറഞ്ഞ രീതിക്ക് നമ്മൾ ഡെയിലി വ്ളോഗ് എന്നുള്ള രീതിയിൽ എടുത്ത് വെക്കുകയായിരുന്നു. ജസ്റ്റ് മെമ്മറി എന്നുള്ള രീതിയിൽ നമ്മൾ ഒരുമിച്ചിരുന്ന് ഫുഡ് കഴിക്കും. ഇവിടെ സിസ്റ്റേഴ്സൊക്കെ നടത്തുന്ന ഹോസ്റ്റൽ ആയതുകൊണ്ട് തന്നെ കുറേ കാര്യങ്ങൾ സ്ട്രിക്റ്റ് ഉണ്ടായിരുന്നു. ഫുഡ് ഓർഡർ ചെയ്യാനൊന്നും പറ്റില്ലായിരുന്നു. എന്നിട്ട് ഞങ്ങൾ ഒളിച്ചും പാത്തും ഫുഡ് ഓർഡർ ചെയ്യുക, അത് റൂമിൽ കൊണ്ടുവരിക. ശരിക്കും പറഞ്ഞാൽ അത് റൂമിൽ വരെ എത്തിക്കുക എന്ന് പറഞ്ഞാൽ മറ്റേ ബോംബ് കയ്യിൽ കൊണ്ടു നടക്കുന്ന പോലത്തെ ഒരു രീതിയൊക്കെയാണ്. പക്ഷെ ആ ഒരു സമയം എന്നൊക്കെ പറയാൻ നമുക്കിനി ഒരിക്കലും തിരിച്ചു കിട്ടത്തില്ല. അന്ന് ഞങ്ങൾ ഏറ്റവും കൂടുതൽ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ കട്ടൻ കാപ്പി, മറ്റേ കെറ്റിലിൽ കട്ടൻ കാപ്പി ഉണ്ടാക്കുക, നൂഡിൽസ് ഉണ്ടാക്കുക, ഇതൊക്കെയായിരുന്നു മെയിൻ പരിപാടി. അതേപോലെ ഞങ്ങളുടെ റൂമിലോട്ട് വേറൊരാൾ വരികയാണെങ്കിൽ, അതിപ്പം ഏത് ഡിപ്പാർട്ട്മെന്റിലുള്ള ആളാണ് നമ്മുടെ റൂമിലോട്ട് വരികയാണെങ്കിൽ നമ്മൾ ഭയങ്കരമായിട്ട് സൽക്കരിക്കും. ഈ പറഞ്ഞ പോലെ തന്നെ സ്നാക്സ്. ആര്യ എന്ന് പറയുമ്പോൾ എനിക്ക് ആദ്യം ഓർമ്മ വരുമ്പോൾ മറ്റേ അവൾ സ്ഥിരം കൊണ്ടുവരുന്ന ഒരു സാധനം ഉണ്ടായിരുന്നു, ഏത്തപ്പഴം അഡിക്റ്റ് ആയിരുന്നു. അപ്പോൾ അത് ഇങ്ങനെ കുറേ മെമ്മറീസ് ഉണ്ട് നമുക്ക് ഒരുമിച്ചുള്ളത്. പക്ഷെ ആളുടെ വാല്യൂ കൂടുതൽ നമുക്ക് സെയിം തന്നെ. വയ്യാതിരുന്ന സമയത്താണെങ്കിലും എല്ലാ കാര്യങ്ങൾക്കും ഒരു സിസ്റ്റർ ഫ്രം അനദർ മദർ എന്നൊക്കെ പറയത്തില്ല, അതേപോലെ കൂടെ നിന്നിരുന്ന ഒരു ഫ്രണ്ടായിരുന്നു എനിക്ക് ആര്യ. എൻ്റെ ആര്യ ഇപ്പോൾ ദൂരെയാണ് വർക്ക് ചെയ്യുന്നത്. സോ എനിക്ക് ആളെ നല്ല രീതിക്ക് മിസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ആ ഒരു ഫ്രണ്ട്ഷിപ്പിൻ്റെ വാല്യൂ മനസ്സിലാക്കിയെന്ന് വെച്ചാൽ ഞങ്ങൾ ഈവൻ MBAക്ക് തന്നെ ആണെങ്കിലും 2 ബാച്ചായിരുന്നു, 2 ഇതിലായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള സമയം നമ്മൾ റൂമിലുള്ള സമയത്തും പുറത്ത് നടക്കുമ്പോൾ മാത്രമേ ഉള്ളായിരുന്നു നമ്മൾ കാണുന്നത്. ക്ലാസ്സിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ 2 അടുത്തായതുകൊണ്ട് അങ്ങനെ പിന്നെ കോമൺ ക്ലാസ്സസ് വരുമ്പോഴായിരിക്കും നമ്മൾ കാണുന്നുണ്ടായിരുന്നു. അപ്പോൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും ഈ ക്ലാസ് ഒക്കെ തീർന്ന് ലാസ്റ്റ് മൊമെൻ്റ് ഒക്കെ ആയപ്പോഴാണ് നമ്മൾ എത്രത്തോളം അറ്റാച്ച്ഡ് ആയിരുന്നു, അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ആ ഒരു റൂം എത്രമാത്രം മിസ് ചെയ്യുന്നുണ്ട്. നമ്മൾ കുറേ കുറ്റങ്ങൾ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് റൂമിനെയും അതും ഇതൊക്കെ വെച്ചിട്ട്. പക്ഷേ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങുന്ന ആ ഒരു ടൈമിൽ നമുക്ക് കുറേ നല്ല മെമ്മറീസ് തിരിഞ്ഞു നോക്കുമ്പോൾ ഉണ്ടായിരുന്നു. അതേപോലെ നമ്മൾ ഒരുമിച്ചുണ്ടായിരുന്ന സമയത്തുള്ള ഒരുപാട് നല്ല കാര്യങ്ങൾ ഉണ്ടായിരുന്നു. അതൊക്കെ ആലോചിക്കുമ്പോൾ സത്യം പറഞ്ഞാൽ നമ്മൾ ഭയങ്കരമായിട്ട് കരഞ്ഞിട്ടൊക്കെയാണ് പോകുന്നത്. എന്താവും എങ്ങനെയാവും എന്നൊന്നും അറിയില്ല ഇനി മുന്നോട്ട്, അങ്ങനെയൊക്കെ പറഞ്ഞു. ദെൻ അതും ആ ഒരു ലൈഫും കഴിഞ്ഞ് ഞാൻ ജോലിക്ക് കയറിയപ്പോഴും ഞാനൊരു PGയിലാണ് നിന്നത്. അവിടെയും ആദ്യത്തെ എൻ്റെ ഭയങ്കര ഹൈ എക്സ്പെക്ടേഷൻ ഇതാണ് ഹോസ്റ്റൽ ലൈഫ് എന്ന് വിചാരിച്ച ഞാൻ അടുത്തടുത്തെത്തിയപ്പോഴത്തേനും ഒന്ന് ഡിമ്മായെങ്കിലും ആര്യ കാരണം അത് കുറച്ചും കൂടി അടിപൊളിയായിരുന്നു.
അത് കഴിഞ്ഞ് ഈ കിട്ടിയ അനുഭവങ്ങളിൽ നിന്നൊക്കെ അടുത്തൊരു സ്ഥലത്തേക്ക് എത്തി, ജോലി സ്ഥലത്ത് PGക്ക് ചെന്നു. അപ്പോൾ അവിടെ സെൽഫ് കുക്കിങ് കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പം ഞാൻ അവിടെ ആദ്യമായിട്ട് ചെന്ന ദിവസം എനിക്കറിയില്ലായിരുന്നു സെൽഫ് കുക്കിംഗ് ആണെന്നുള്ള കാര്യമായിരുന്നു. പക്ഷെ ആദ്യം എങ്ങനെയാ എന്താ ഒന്നും അറിയില്ലല്ലോ. അപ്പോൾ അവിടെ ചെന്നപ്പോൾ ആരും മിണ്ടുന്നില്ല. ഞാനൊരു ഇതെന്താ എല്ലാവരും, ഞാനാണെങ്കിൽ ഭയങ്കരമായിട്ട് സംസാരിക്കുന്ന ഒരാളും, ആരും മിണ്ടുന്നുണ്ടാകുന്നില്ല. അപ്പോൾ എനിക്കൊരു ഭയങ്കര ബുദ്ധിമുട്ടായി. കാര്യം ഇത്ര മാറി നിൽക്കുന്നു, പഴയ പോലെ ഫ്രണ്ട്സ് ഒന്നും അല്ല, ഇങ്ങനെ മാറി. ഫുഡ് വെക്കുന്നതൊക്കെ തന്നെയാന്ന് പറഞ്ഞു. അപ്പോൾ ഫസ്റ്റ് ഡേ എൻ്റെ അടുത്തൊരു കുട്ടി എൻ്റെ അടുത്ത് പറഞ്ഞു, എന്നെക്കായി മൂത്തതാണ് ആക്ച്വലി. ആളെൻ്റെ അടുത്ത് പറഞ്ഞു, ഇന്നത്തെ ഫുഡ് വേണമെങ്കിൽ ഞാൻ തരാം, ഇനി എൻ്റെ അടുത്ത് ചോദിക്കരുത്, ഇനി വേണമെങ്കിൽ തന്നെ ഉണ്ടാക്കി കഴിക്കണം. ഫസ്റ്റ് ഡേ ആണെന്ന് ഓർക്കണം. ഞാൻ വന്ന പാടെ ഇങ്ങനെ കേട്ടു. അപ്പോൾ ഞാൻ അയ്യോ ഇതെന്താ എൻ്റെ അടുത്ത് ഇങ്ങനെ സംസാരിക്കുന്നത്, അങ്ങനെ ഒരു വിഷമം എനിക്കുണ്ടായിരുന്നു. എന്നിട്ട് ആള് എനിക്ക് ചോറും അച്ചാറുമാണ് അന്ന് തന്നത്. അപ്പോൾ ഞാനൊന്നും പറഞ്ഞൊന്നുമില്ല, കാര്യം അവർ തരുന്നതല്ലേ, നമ്മളങ്ങനെ ഇതാക്കാൻ പാടില്ലല്ലോ. അപ്പോൾ അത് കഴിച്ചു. പിറ്റേന്ന് തൊട്ട് ഒക്കെ എനിക്ക് മനസ്സിലായി ഇനി തന്നെ ഉണ്ടാക്കി എന്തെങ്കിലും കഴിച്ചാൽ മാത്രമേ കഴിക്കാൻ പറ്റുള്ളൂ എന്നുള്ളത്. അങ്ങനെ ഞാനെല്ലാം ഉണ്ടാക്കാൻ തുടങ്ങി കഴിഞ്ഞപ്പോഴാണ് ഞാൻ കുറച്ചും കൂടെ റിയാലിറ്റി മനസ്സിലാക്കിയത്. അവിടെ ഞങ്ങൾ 9 ഗേൾസ് ആയിരുന്നു ആ PGയിൽ ഉണ്ടായിരുന്നത്. താഴെ ഹൗസ് ഓണറുടെ, മേളിൽ പിള്ളേർ, ഈ ഒരു രീതിക്കായിരുന്നു. ആ 9 പിള്ളേർക്കും 9 മറ്റേ ഉപ്പാണെങ്കിൽ 9 എണ്ണം, എല്ലാം സെപ്പറേറ്റ്. ഇപ്പോൾ വാഷ് ബേസിൻ മറ്റേ ഡിഷ് വാഷർ ഇല്ലേ, ലിക്വിഡ് ഡിഷ് വാഷർ, അതൊക്കെ 9 എണ്ണം. വേസ്റ്റ് ബാസ്ക്കറ്റ് ഉണ്ടോ, അത് 9 എണ്ണം. എനിക്കിത് ഒട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അറ്റ്ലീസ്റ്റ് വേസ്റ്റ് ബോക്സെല്ലാം കോമൺ വേണ്ടേ? ഇതെല്ലാം എന്താ ഇങ്ങനെ ഇത്ര സെൽഫിഷ് ആയിട്ടുള്ള പിള്ളേരാണോ, അങ്ങനെയൊക്കെ ഉള്ളൊരു തോട്ട് എനിക്ക് പോയി. പിന്നെ അതെനിക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ നല്ല ബുദ്ധിമുട്ടായിരുന്നു. കാര്യം നമ്മൾ ഇങ്ങനെയൊന്നും അല്ലല്ലോ കണ്ടത്. ഈ ഉപ്പ് പഞ്ചസാരയൊക്കെ ഇത്ര ആക്കി മാറ്റാന്നൊക്കെ വെച്ചാൽ ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്ന ഇങ്ങനെയൊന്നും ആയിരുന്നില്ല. അതെനിക്കൊരു ടോട്ടൽ ഭയങ്കര ഒരു അടിയെന്നൊക്കെ പറയത്തില്ലേ, ആ ഒരു സിറ്റുവേഷൻ ആയിരുന്നു എനിക്ക്. പക്ഷെ അത് വൺസ് അത് റിയലൈസ് ചെയ്ത് അതൊന്ന് മനസ്സിലാക്കി ഓക്കെ ആയി പിന്നെ ഇപ്പം ശീലമായി. ഇപ്പം ഞാൻ ഏത് സിറ്റുവേഷനിലോട് പൊരുത്തപ്പെടും. ഇപ്പം നിൽക്കുന്ന PGയിലാണെങ്കിൽ പോലും ഓക്കെയാണ്. ആദ്യമൊക്കെ എൻ്റെ അടുത്ത് മിണ്ടിയില്ലെങ്കിൽ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെ ആയിരുന്നു. പക്ഷെ ഇപ്പം നമ്മൾ കുറേ കാര്യങ്ങൾ റിയലൈസ് ചെയ്ത് അങ്ങനെ ആകുമ്പോഴത്തേക്കും നമ്മൾ പതിയെ ഓക്കെ ആവും. ഇനി ഹോസ്റ്റൽ ലൈഫിലേക്ക് പോകുന്നവരോ അല്ലെങ്കിൽ കോളേജ് ലൈഫിൽ നിൽക്കുന്നവരോ ഒക്കെ ആണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ നിങ്ങളുടെ ഏറ്റവും ബെസ്റ്റ് ലൈഫാണിത്, ബെസ്റ്റ് മൊമെൻറ്റ്സ് ആണ്. ഒരിക്കലും മിസ് ഔട്ട് ചെയ്യാതെ മാക്സിമം എൻജോയ് ചെയ്യാൻ നോക്കുക. ഒരു ഏജ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു ജോലിക്കൊക്കെ കയറി കഴിഞ്ഞാൽ ഈ ഒരു രീതിയായിരിക്കത്തില്ല, എൻറ്റയർലി ഡിഫറെൻ്റ് ആയിരിക്കും. ദെൻ നിങ്ങൾക്കും ഹോസ്റ്റൽ ലൈഫ് എക്സ്പീരിയൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തോളാം. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ബൈ.